നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, സന്തോഷമുള്ളൂ. എന്നാ പിന്നെ വാ, നമുക്ക് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം. വാ. ശിവാനിയുടെ സ്ഥിരം വരാറുണ്ടോ? ഹേയ്, ഞാനങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വളരെ കുറവാ. ഇവിടെ ആദ്യമായിട്ടാ. ആണോ? അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. എന്തായാലും കാണാൻ പറ്റിയല്ലോ. ഇവിടെ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണമല്ലോ. എന്തുപറ്റി? അവിടെ പാറ്റയൊന്നുമില്ലല്ലോ. ഞാനൊന്നും കാണുന്നില്ല. അത് ഞാൻ ബഹളം വെച്ച് ഓടിപ്പോയതാണെന്ന് തോന്നുന്നു. ഞാനൊക്കെ പേടിച്ചു പോയി. സോറി പ്രണവ്. അതിനെന്തിനാണോ സോറി? ആ പാറ്റ നല്ലവനാ. അതിനൊരു താങ്ക്സ് പറയണം. ശിവനെ പാറ്റ നീ ഇപ്പൊ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രണവ്. ആ പാറ്റ പോയ പ്രണവ്? പോയി. പോവാം. ശിവാനി, സാർ കഴിക്കാൻ എന്താ വേണ്ടേ? ശിവാനിക്ക് എന്താ വേണ്ടത്? എനിക്കൊരു വെജ് ഫ്രൈഡ് റൈസ്. ഓക്കെ, എന്നാ എനിക്കത് തന്നെ മതി. 2 വെജ് ഫ്രൈഡ് റൈസ്. ഓക്കെ സാർ, ശരി. ഞാൻ ഇവനെ ഇംപ്രസ് ചെയ്യിക്കാനാ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇതിപ്പോ ഇവ ഇങ്ങോട്ട് ഇംപ്രസ് ചെയ്യിക്കാനുള്ള ശ്രമമാണല്ലോ. എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ പ്രപ്പോസ് ചെയ്യണം. സമയം പാഴാക്കിയിട്ട് കാര്യമില്ല. പ്രണവ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ചോദിക്കേ. എന്നെക്കുറിച്ച് പ്രണവിന്റെ അഭിപ്രായം എന്താ? ഐ മീൻ യുവർ ഒപ്പീനിയൻ. അല്ല, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒന്നുമില്ല, കേൾക്കാൻ ഒരാഗ്രഹം, അതുകൊണ്ട്. സത്യം പറഞ്ഞ ശിവാനെ കുറിച്ച് ആദ്യമൊന്നും എനിക്ക് വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എത്ര കുരുത്തക്കേടുകൾ കാണിച്ചാലും താനൊരു തൊട്ടാവാടിയാണെന്ന് കുറച്ചു മുമ്പ് എനിക്ക് മനസ്സിലായി. അല്ലേലും അത്യാവശ്യം കുസൃതിയും തൻ്റെ ഇടമൊക്കെ ഉള്ള പെമ്പിള്ളേരെ എനിക്കിഷ്ടം. സത്യം പറഞ്ഞ എനിക്ക് ശിവാനി ഇഷ്ടമാണ്. അല്ല, അങ്ങനെയല്ല, ശിവാനിയുടെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞത്. എന്തൊരു ശിവാനി? എന്റെ ക്യാരക്ടർ പ്രണവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ പലർക്കും എന്നെ ഇഷ്ടമല്ല, പ്രത്യേകിച്ചും പ്രണവിന്റെ വീട്ടുകാർക്ക്. കാര്യങ്ങളൊക്കെ പ്രണവിനും അറിയാലോ. ഗൗതമിന്റെ വിവാഹത്തിന്
എന്റെ ബുദ്ധിമോശം കാരണം ഞാൻ വരുത്തിവെച്ച കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാവർക്കും വിഷമമുണ്ടാക്കി, സത്യമാണ്. അഭിനയം എനിക്കൊരു ക്രേസ് ആയിരുന്നു. എങ്ങനെയും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം മാത്രമായിരുന്നു ഉള്ളില്. ആ സമയത്ത് അങ്ങനൊരു അബദ്ധം തോന്നി. അതാ കല്യാണ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. തെറ്റാ ചെയ്തത്. പക്ഷേ ആരെങ്കിലും ചതിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ഞാൻ കരുതിയില്ല. ആ അമലെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവൻ ഒറ്റ ഒരുത്തന എല്ലാത്തിനും കാരണം. അതൊക്കെ മറന്നുകളാ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഞാൻ കാരണം ഈശ്വരമംഗലത്തുള്ളവർക്ക് ഒരുപാട് വിഷമമുണ്ടായി, നാണക്കേടുണ്ടായി. അത് ഓർക്കുമ്പോ തന്നെ എനിക്കിപ്പോ സങ്കടം. പ്രണവേ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, പറ്റിപ്പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ ശിവാനി ഇത്? കണ്ണീരോടച്ചേ. നോക്ക്, ചെയ്തത് തെറ്റായി പോയെന്നുള്ള ബോധ്യം ശിവാനിക്കുണ്ട്. അതിന്റെ പേരിൽ പശ്ചാത്തപിക്കുന്നുമുണ്ട്. എടോ, ഒരു നല്ല മനസ്സിന്റെ ലക്ഷണമാണത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ചെയ്ത തെറ്റിന് പ്രണവിന്റെ അച്ഛന്റെ അമ്മയുടെ കാൽക്കല് വീണ് മാപ്പ് ചോദിക്കണമെന്ന്. അപ്പൊ മാത്രമേ എന്റെ മനസ്സിലൊരു സമാധാനം കിട്ടൂ. ശിവാനി, പഴയതെല്ലാം മറന്നു കളഞ്ഞേക്ക്. ശിവാനി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു പ്രണവ്. പ്രണവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എന്റെ മനസ്സിൽ എത്രത്തോളം ആശ്വാസവും സന്തോഷം ഉണ്ടെന്നറിയോ? പിന്നെ എന്താ പ്രണവ്? എനിക്ക് ശിവാനിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് എന്താണെന്ന് വെച്ചാലേ, പറയേ. അത് വേറൊന്നുമല്ല. എനിക്ക് ശിവാനിയെ എന്നെ ഐ ലവ് യു ശിവാനി.